ഹായ് ഓൾ. ഇന്ന് നമ്മൾ ലൈറ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേംസ് റിലേറ്റഡ് ടു സ്പെറിക്കൽ മിറേഴ്സ് ആണ്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുക, മനസ്സിലാക്കുക. ആൻഡ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെറിക്കൽ മിറേഴ്സ്, അതായത് ടേംസ് റിലേറ്റഡ് ടു സ്പെറിക്കൽ മിറേഴ്സ്. ഈ നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് വാക്കുകളും കുറച്ച് പേരുകളൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ പേരുകളും വാക്കുകളൊക്കെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് പോൾ ഓഫ് ദ മിററിൻ്റെ പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഇസ് നോൺ ആസ് പോൾ. ഓക്കെ, ഡെഫിനിഷൻ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതെന്നെ മിററാണ് വിചാരിക്കും. ഇതെന്ത് മിററാണ്? എൻ്റെ ഈ സൈഡാണ് റിഫ്ലക്റ്റിംഗ്, ഇതാണ് പോളിഷ്ഡ്. ഓക്കെ, സോ ഇതെന്ത് മിററാണ്? ദിസ് ഇസ് കോൺകേവ്. ഓക്കെ, കോൺകേവ് പോലെ ഇരിക്കുന്നത്, കേവ് പോലെ ഇരിക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൺകേവ്. ഓക്കെ, കോൺകേവ് മിറർ. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ്. എൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഏത് ഭാഗമാണ്? ഈ ഭാഗമാണ് എൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അതിൻ്റെ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ എന്ന് വിളിക്കുന്നതെന്ന്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ പി. അതും കൂടെ നോട്ട് ഡൗൺ ചെയ്യണം, ആ സെൻറ്റൻസും കൂടി. ഓക്കെ, അപ്പോൾ എൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്, സ്പെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്റർ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ ഓഫ് ദ മിറർ. ഓക്കെ, കോൺവെക്സിലും ഈ പോളുണ്ട്. കോൺവെക്സിലും ഇതാണ് എൻ്റെ പോളിഷ്ഡ് ഭാഗമെങ്കിൽ എൻ്റെ റിഫ്ലക്റ്റിംഗ് സൈഡ് ഇതിലെ റിഫ്ലക്റ്റിംഗ് സൈഡ്. അപ്പോൾ ഈ പോർഷൻ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ. ഓക്കെ, സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് പാത്ത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം. ആൻഡ് ഇനി നമുക്ക് സെക്കൻഡ് ടേം പഠിക്കാം. സെക്കൻഡ് ടേം ഇസ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഫോംസ് എ പാർട്ട് ഓഫ് സ്പിയർ. ദിസ് സ്പിയർ ഹാസ് എ സെൻറ്റർ. This point is called center of curvature of spherical mirror. It is represented by letter C. Okay, and it is not a part of mirror. It lies outside the reflecting surface of mirror. Okay, ഇനി 2 പോയിന്റും കൂടി ഉണ്ട്. അത് ഞാൻ ഇത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഒരു മിറർ വരക്കാണ്. ദിസ് ഇസ് മൈ കോൺകേവ് മിറർ. കോൺകേവ്. ഓക്കെ, ഇതിൻ്റെ പോളിഷ്ഡ് പാർട്ടാണ്. ആൻഡ് നമ്മളൊരു വാക്ക് പഠിച്ചു, പോൾ അല്ലേ, പോൾ വി. ആൻഡ് ഇപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അതായത് ഞാൻ ഈ പോർഷൻ ഇത് മൊത്തം ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് എന്തുപോലെ ഇരിക്കുക? നമുക്കൊരു സ്പെറിക്കൽ ഷേപ്പ് കിട്ടും അല്ലേ, ഒരു സ്പിയറിൻ്റെ ഷേപ്പ് കിട്ടും അല്ലേ. സ്പിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബോൾ പോലെ, ഒരു വട്ടം പോലെ. ഓക്കെ, കിട്ടും. ആൻഡ് ഈ സ്പിയറിന് നമുക്ക് സെൻറ്റർ ഉണ്ടാവും, ശരിയല്ലേ? സെൻറ്റർ ഉണ്ടാവും അല്ലേ. ആ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ആക്ച്വലി ഇതൊരു ഇമാജിനേഷനാണ്. ഇതൊന്നും നമ്മുടെ മിററിൻ്റെ പാർട്ടല്ല ഇത്. അതാണ് അടുത്തതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് മിററിൻ്റെ ഭാഗമല്ല അത്. ഓക്കെ, മിററിൻ്റെ സർഫസിൽ കിടക്കുന്ന ഒരാളല്ല ഈ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഇമാജിനേഷനാണ്. ഈ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോളിൻ്റെ ഒരു കുഞ്ഞ് പീസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് കണ്ടത് ഈ ബോളിൻ്റെ ഒരു ചെറിയൊരു പീസ് പോലെ ഇല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആക്കി വരക്കുകയാണെങ്കിൽ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോൾ പോലെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. ആ സെൻറ്ററിനെ വിളിക്കുന്ന പേര് സെൻറ്റർ ഓഫ് കർവേച്ചർ. അങ്ങനെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഫോൾ ഓൺ ദി സർഫസ് ഓഫ് മിറർ. മിററിൻ്റെ സർഫസിലല്ല കിടക്കുന്നത്. ഇറ്റ് ലൈസ് ഔട്ട്സൈഡ് ദി സർഫസ് ഓഫ് മിറർ. ഓക്കെ, ആൻഡ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺകേവ് മിററിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ മിററിൻ്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, മിററിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് കോൺകേവിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ റിഫ്ലക്റ്റിംഗ് സൈഡിൽ തന്നെയാണ്. അതായത് ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താണ് ഫോം ചെയ്യുക? ഈ സൈഡിലാണ് എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഫോം ചെയ്യുക. ഈ സൈഡ് ഏത് സൈഡാണ്? എൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസാണ്, ശരിയല്ലേ? അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് എന്ന് പറയുക. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുക. റിഫ്ലക്റ്റ് ചെയ്യാത്ത ഭാഗമാണ് ബാക്ക്. ഓക്കെ, അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ അകത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയാണ് കിടക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിൻ്റെ ഫ്രണ്ടിലാണ്, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സൈഡിൽ. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഏതാണോ ആ സൈഡിൽ. ദാറ്റ് ഇസ് ഓക്കെ. അത്രേ ഉള്ളൂ നമുക്ക് കോൺകേവിൻ്റെ കേസ് പറയാം. അപ്പോൾ ഞാൻ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് കോൺകേവ് മിറർ ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതാണ്. ഇനി കോൺവെക്സിൻ്റെ കേസാണെങ്കിലോ? കോൺവെക്സിൻ്റെ കേസാണെങ്കിൽ നമുക്ക് മിറർ എങ്ങനെ ഇരിക്കുക? ഇങ്ങനെയാണ്, ബൾജ്ഡ് ഔട്ട് വേർഡ്സ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് നമുക്ക് പോളിഷ്ഡ് ഭാഗം. ആൻഡ് ഈ പോളിഷ്ഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? ബാക്കാണോ ഫ്രണ്ടാണോ? ബാക്കാണ് അല്ലേ.
റിഫ്ലക്റ്റിംഗ് പാർട്ടാണ് നമ്മൾ എന്ത് പറയുക, ഫ്രണ്ട് പാർട്ട് എന്ന് പറയുക, ബാക്ക് സൈഡാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് എവിടെയാണ്, ഇത് എന്ത് മിററായിരുന്നു, കോൺവെക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എവിടെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവുക, ഈ സൈഡിലാണ്, ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമുക്ക് വട്ടം കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവുക. ഓക്കെ, സോ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് കോൺവെക്സ് മിറർ ലൈസ് ബിഹൈൻഡ് ദ മിറർ, മിററിൻ്റെ ബാക്ക് സൈഡിലാണ്, അതായത് റിഫ്ലക്റ്റിംഗ് സൈഡിലല്ല, ബാക്ക് സൈഡിലാണ് എന്തുണ്ടാവുക, ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവുക. ഓക്കെ, സോ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സെൻറ്റൻസ് ഇങ്ങനെയാണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് കോൺവെക്സ് മിറർ ലൈസ് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, അടുത്ത തേർഡ് വൺ ഇസ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഇസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ആർ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇനി ഞങ്ങൾ ഡെഫിനിഷൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഡെഫിനിഷൻസ് എല്ലാം എഴുതിയെടുക്കണം, അതൊക്കെ പഠിക്കണം. ഓക്കെ, ആൻഡ് ഇതിന് നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കോൺകേവ് മിറർ, ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട്, ഈ സെൻറ്റർ പോർഷൻ എന്താണ്, സെൻറ്റർ പോർഷൻ ഇസ് പോൾ. ഇത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വീൽ ഗെറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി. ഈ സിയും എൻ്റെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് നോൺ ആസ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ. മനസ്സിലായ? അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് നോൺ ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടാണ്. മറ്റേ കോൺവെക്സിൻ്റെ കേസിലും സെയിം തന്നെയാണ്. ഇത് എൻ്റെ മിററാണ്, ഇതെൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെ എൻ്റെ പോള്, നമ്മളിതിനെ കംപ്ലീറ്റ് ആക്കി വരക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും നമ്മളുടെ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് നോൺ ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ, ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ, ഇനി ആൻഡ് ഫോർത്ത് വൺ ഇസ് അപ്പർച്ചർ. അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ആണ്: റിഫ്ലക്റ്റിംഗ് സർഫസ് ഓൺ വിച്ച് റിഫ്ലക്ഷൻ ഒക്കേഴ്സ്. റിഫ്ലക്റ്റിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ്, മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഓക്കെ, ആൻഡ് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇതെൻ്റെ മിററാണ്, ഇതെന്ത് മിററാണ്, ദിസ് ഇസ് കോൺകേവ് മിറർ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെയും എൻ്റെ റിഫ്ലക്റ്റിംഗ് ഭാഗമാണ്, ശരിയല്ലേ? ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് അപ്പർച്ചർ. ഓക്കെ അല്ലേ? ഇനി കോൺവെക്സിൻ്റെ കേസിലാണെങ്കിലോ സെയിം തന്നെ, ഇവിടം തൊട്ട് ഇവിടം വരെയും എൻ്റെ റിഫ്ലക്റ്റിംഗ് പാർട്ടാണ്, അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ഇമേജ് കാണാൻ പറ്റും, ശരിയല്ലേ? സോ ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഓക്കെ, ഇനി നമുക്ക് 2-3 നോട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ MCQ ആയിട്ടൊക്കെ ചോദിക്കും. ഫസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക: പോൾ ഇസ് സെൻറ്റർ ഓഫ് അപ്പർച്ചർ. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർച്ചറിൻ്റെ സെൻറ്റർ ആണെന്ന്, ശരിയല്ലേ? പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, സെൻറ്റർ ഓഫ് റിഫ്ലക്റ്റിംഗ് പാർട്ട്, അല്ലേ? റിഫ്ലക്റ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുക. പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, റിഫ്ലക്റ്റിംഗ് പാർട്ടിൻ്റെ സെൻറ്ററായിട്ട് വരും, ശരിയല്ലേ? അപ്പോൾ പോൾ ഇസ് സെൻറ്റർ ഓഫ് അപ്പർച്ചർ. അപ്പർച്ചറിൻ്റെ സെൻറ്റർ ഭാഗമാണ് എന്ത്, പോൾ എന്ന് പറഞ്ഞാലെന്ന്, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, സെൻറ്റർ ഓഫ് കർവേച്ചർ ഇസ് സെൻറ്റർ പോയിന്റ് ഓഫ് എ സ്പിയർ. ശരിയല്ലേ? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞേ, ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ എന്ന്, അല്ലേ? ഇത് ഒരു സ്പിയറിൻ്റെ സെൻറ്ററായിട്ടല്ലേ നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു സ്പിയറിൻ്റെ സെൻറ്റർ ആണെന്ന്. ഓക്കെ, സെൻറ്റർ പോയിന്റ് ഓഫ് എ സ്പിയർ. ഓക്കെ, ആൻഡ് അടുത്ത ആളാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഐ ഇമാജിനറി ലൈൻ ഡ്രോൺ ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദി മിറർ. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് ഇസ് നോർമൽ ടു പോൾ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ഇതിൻ്റെ പടം നോക്കാം. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇതെൻ്റെ മിറർ, ഈ ഭാഗം എന്താ, പോൾ, സെൻറ്റർ. ഓക്കെ, ഇതെന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലേക്ക് ഞാൻ ഒരു വര വരക്കാണ്. ശരിക്കും ഈ വരയൊന്നും ഇല്ല, കാരണം എന്താ, നമുക്ക് മിറർ ഇതെൻ്റെ മിററാണ്, ബാക്കിയെല്ലാം എൻ്റെ ഇമാജിനേഷനാണ്. ഓക്കെ, ഈ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്ന ഈ വരയില്ലേ, ഈ വരനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ആൻഡ് ഈ പ്രിൻസിപ്പൽ ആക്സിസ് എൻ്റെ പോളിനോട് പെർപെൻഡിക്കുലർ ആണെന്ന്, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലർ എന്ന് അർത്ഥം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് അപ്പോൾ പോണേന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത 2 പേരും കൂടി ഉണ്ട്, അടുത്ത 3 ആൾക്കാരും കൂടി ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്. ദിസ് ഇസ് എത്രാമത്തെയാ? 6th വൺ. ഓക്കെ, 6th വൺ. ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് രണ്ടും ഒരേ വാക്കാട്ടോ. ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. കോൺകേവ് മിററിൻ്റെ കേസിലാണ് പറയുന്നത്. ഇപ്പോൾ ഫോക്കസ് ഓർ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഡെഫിനീഷൻ ഞാൻ പറയാം. എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വേർ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ഇസ് കോൾഡ് ഫോക്കസ് ഓർ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഇനി കോൺകേവിൻ്റെ കേസിൽ ഒരു ഡെഫിനീഷൻ കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിതിൻ്റെ ഫിഗർ നോക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മിററായിട്ട് വരച്ചു. ഇതിൻ്റെ പോളിഷ്ഡ് ഭാഗം, ഇതിൻ്റെ പോള്, എൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇനി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലൈറ്റ് റേസ് വരുമല്ലോ. ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിററിൽ തട്ടിക്കഴിയുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ഇങ്ങനെ ഒരു പോയിന്റിൽ കൂടി ഇങ്ങനെ എല്ലാം കൂടി പോകും. ഓക്കെ, എല്ലാ ലൈറ്റ് റേസും കൂടി ഇങ്ങനെ ഒരു പോയിന്റിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ആൻഡ് ഈ പോയിന്റ് ഇങ്ങനെ എല്ലാം കൂടി പാസ് ചെയ്യുന്ന ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഇത് നമ്മൾ വരച്ചിട്ട് പടത്തിൽ ഇച്ചിരി നീങ്ങിയിരിക്കുന്നത്, പക്ഷേ ഇത് കറക്റ്റ് ഈ സെൻറ്ററിൻ്റെയും പോളിൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിട്ട് വരും. ഓക്കെ, കറക്റ്റ് നടുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേറെ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ്. റിഫ്ലക്റ്റഡ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഇനി ഒരു ഡെഫിനേഷൻ കൂടി ഞാൻ പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കി എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോകണേനും മിററിൽ തട്ടി അത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിഫ്ലക്റ്റഡ് റേ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോർമൽ വരയ്ക്കണം, ശരിയല്ലേ? ഇങ്ങനെ നമുക്ക് പ്ലെയിൻ മിറർ ആണെങ്കിൽ ചുമ്മാ നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു കൊടുക്കാം. സ്പെറിക്കൽ മിറർ ആണെങ്കിൽ നമ്മൾ നോർമൽ എങ്ങനെ വരക്കും? സിമ്പിളാണ്, സെൻറ്ററായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെൻറ്ററും നോർമലും കൂടി സെൻറ്ററിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻസിഡൻറ്റ് റേയും ഇതാണ് ഇപ്പം എന്താണ് നോർമൽ. അപ്പോൾ അവർ എന്നോട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയോ അതേ ആംഗിളിനെ ഇപ്പുറത്തേക്കും വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇനി അടുത്ത കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ റേ ഡയഗ്രാംസ് ഒക്കെ വരക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു നോർമലി ഈ സ്പെറിക്കൽ മിററിൻ്റെ കേസിൽ വരക്കണമെങ്കിൽ സിമ്പിളാണ്, ജസ്റ്റ് സെൻറ്ററായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. മിററിൻ്റെ എവിടെയാണോ മുട്ടിയെന്ന് നോക്കുക, ആ പോയിന്റിൽ നിന്ന് സെൻറ്ററായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. സോ ആ വരെയായിരിക്കും നിങ്ങളുടെ നോർമൽ. ഓക്കെ, ആൻഡ് അടുത്ത ഡെഫിനിഷൻ ഇതാണ്. ഇൻ എ കോൺകേവ് മിറർ or reflected rays meet at a point on the principal axis and it is known as the principal focus or focus. ഓക്കെ, ഇവിടെ എല്ലാം ലൈറ്റ് റേസും കൂടെ എന്താ ചെയ്യുന്നത്? ദേ കൺവേർജ് എന്താണെന്ന് അറിയില്ലെങ്കിൽ യു വാട്സ് ഫസ്റ്റ് വീഡിയോ, അതിനകത്ത് ഞാൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ കൺവേർജൻസ് ആണ് നടക്കുന്നത്. അതായത് കുറേ ലൈറ്റ് റേസ് ഒക്കെ കൂടി വന്നിട്ട് ഒരു പോയിന്റ് ഇങ്ങനെ മീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഹിയർ കൺവേർജൻസ് ഹാപ്പൻസ്. സോ കോൺകേവ് മിററിനെ നമ്മൾ കൺവേർജിങ് മിറർ എന്നാണ് പറയുക. ഓക്കെ, കാരണം എന്താ? ബിക്കോസ് ഓൾ ദ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഓക്കെ, സോ അടുത്ത സെൻറ്റൻസ് ഇതാണ്. ഹിയർ കൺവേർജൻസ് ഓഫ് റിഫ്ലക്റ്റഡ് റേസ് ടേക്സ് പ്ലേസ്. Concave mirror is called converging mirror because all the reflected rays meet at a point. Okay, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ കേസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ കൂടി ഞാൻ പറയാം. ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ ഇസ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഫ്രം വിച്ച് the light rays incident parallel to principal axis appear to come from after reflection from the mirror. Focus is behind the mirror in convex mirror. Hence, divergence of light rays takes place. Convex mirror is known as diverging mirror because the reflected rays are diverging. It is denoted as F. എന്തിനെ F എന്ന് വിളിക്കുന്നത്? ഫോക്കസിന്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ F കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി ഞാൻ കോൺവെക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് വരക്കാമെന്ന് ഞാൻ പറയാം. ഇത് നമ്മുടെ കോൺവെക്സ് മിറർ, ഇതെൻ്റെ പോളിഷ്ഡ് സർഫസ്, ദിസ് ഇസ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെ പോള്, ഇതെൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ലൈറ്റ് റേസ് വരികയാണ്. ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു. ഓക്കെ, ലൈറ്റ് റേസ് വന്നു, മിററിൽ തട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ വരക്കണം, ശരിയല്ലേ? എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ മീറ്റിംഗ് പോയിന്റും സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടും. ഓക്കെ, ആൻഡ് മിററിൻ്റെ ബാക്കിലേക്കല്ല നമ്മൾ വരക്കേണ്ടത്, ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാപ്പം നോർമൽ. ഓക്കെ, നോർമൽ കിട്ടി, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്ര ആംഗിൾ ഉണ്ടോ അതേ ആംഗിളിന് ഇപ്പുറത്തേക്കും വരച്ചു കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദി റിഫ്ലക്റ്റഡ് റേ.
ഓക്കെ, സെയിം തന്നെ ഒരെണ്ണോട് വേണം, ബിക്കോസ് ഇമേജസ് ഫോംഡ് വെയർ ടു റിഫ്ലക്റ്റഡ് റേസ് മീറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എനിക്ക് ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോറിലേറ്റ് റേസ് വേണം. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമെങ്കിലും നമുക്ക് വരക്കണം. മീറ്റ് ചെയ്യുന്ന പോയിന്റിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണോട് വരച്ചു കൊടുക്കാം. ഒരു ലൈറ്റ് റേ കൂടി ഞാൻ വരച്ചു, ഇവിടെ തട്ടി. എനിക്ക് റിഫ്ലക്റ്റഡ് നോർമൽ വരക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റും എൻ്റെ സെൻറ്ററും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് റിഫ്ലക്റ്റഡ് റേ വരക്കുക. ഓക്കെ, സോ എൻ്റെ രണ്ട് റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിൻ്റാണ് എന്ത്? ദറ്റ് ഇസ് നോൺ ആസ് ഫോക്കസ്. മീറ്റ് അല്ല, ദിസ് ഇസ് അപ്പിയേഴ്സ് ടു മീറ്റ്. കാരണം റിഫ്ലക്റ്റ് റേസ് രണ്ടും ഈ കോൺവെക്സിൻ്റെ കേസിൽ എങ്ങോട്ടൊക്കെ പുറത്തേക്ക് തള്ളിയാൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ അവരൊരിക്കലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ വൈഡായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. സോ അത് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് എന്ന് നമ്മൾ പറയാം. ശരിക്കും അവർ പോകുന്നില്ല ബാക്കോട്ട്, നമ്മളങ്ങനെ വിചാരിക്കുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് ദ ബാക്ക് സൈഡ്. ഓക്കെ, സോ ഇത്രയുമാണ് കോൺവെക്സിൻ്റെ കേസിൽ പഠിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. അപ്പം ഞാൻ ഡെഫിനിഷനിൽ പറയുന്നൊരു കാര്യം കൂടി പറയാം. ഇപ്പം കുറേ ലൈറ്റ് റേസ് ഇങ്ങനെ വരികയാണ്, നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ റിഫ്ലക്റ്റഡ് റേസ് ഒക്കെ വരച്ചു. ഇനി ഇതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ വേറൊരു ഡയഗ്രാം കൂടി വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതെൻ്റെ സെൻറ്റർ, ദിസ് ഇസ് മൈ പോൾ, പ്രിൻസിപ്പൽ ആക്സിസ്. ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു കടന്നുപോയി. ഓക്കെ, ശരിക്കും ഇവരിങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഡൈവേർജാ ചെയ്യുക. ഓക്കെ, മിററിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇൻസിഡൻറ്റ് റേ പോയി കഴിഞ്ഞാൽ മിററിൽ തട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ ഇൻസിഡൻറ്റ് റേ പോയി മിററിൽ തട്ടി തിരിച്ചു പോയി, ഇങ്ങനെയാണ് പോവുക. നമുക്ക് ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബാക്കിലേക്ക് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റർ റേ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്ലെയിൻ മിററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താ ചെയ്യുക? ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ബാക്കിലേക്ക് ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ റിഫ്ലക്റ്റർ റേസിനോട് എവിടെ മീറ്റ് ചെയ്ത്? ഇവിടെ മീറ്റ് ചെയ്തു. സോ ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ഫോക്കസ്. ഓക്കെ, ഇത് തന്നെ ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് മറ്റേതിൽ പറഞ്ഞേ, നിങ്ങൾ വരച്ചു നോക്കുക. ഡോണ്ട് വറി, നമ്മൾ ഇത് ഇമേജ് ഫോർമേഷനിൽ നമ്മൾ ഒന്നും കൂടെ പഠിക്കും. ഓക്കെ, സോ അത്രയുമാണ്. ആൻഡ് ഈ ഫോക്കസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടിട്ടാണ്. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ ഡൈവേർജൻസ് ഇറക്കുന്നത് കൊണ്ട്, അതായത് ഇങ്ങനെ മിററിൻ്റെ അകത്തോട്ടല്ലല്ലോ പോകുന്നത്, ഇങ്ങനെ വന്നിട്ട് ദൂരേക്കാണ് പോകുന്നത് അല്ലേ? വരുന്നു, ദൂരേക്ക് പോകുന്നു. സോ ദൂരേക്ക് പോകുന്നതുകൊണ്ട് വി സേ ദാറ്റ് ഡൈവേർജൻസ് ഹാപ്പൻസ്. ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും അവർ മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ കോൺകേവിൻ്റെ കേസിൽ അങ്ങനെ ഇരുന്നില്ല. ഇങ്ങനെ പോകുന്നു, റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോകുന്നു, റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു പോയിന്റ് വന്ന് കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പോയിന്റിൽ കൂടുകയല്ല, ഇങ്ങനെ പോയി ദൂരേക്ക് പോയി, ഇങ്ങനെ പോയി ദൂരേക്ക് പോയി. അപ്പോൾ ദൂരേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അവർ മീറ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ബാക്ക് സൈഡ് നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇറ്റ് അപ്പിയേഴ്സ് ടു മീറ്റ് അറ്റ് ദി ബാക്ക് സൈഡ് ഓഫ് ദി ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, പുറകിൽ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിക്കും. ഓക്കെ, സോ ഇവിടെ ഡൈവേർജൻസ് ഇറക്കുന്നതുകൊണ്ട് കോൺവെക്സ് മിറർ ഇസ് നോൺ ആസ് ഡൈവേർജിങ് മിറർ. ഓക്കെ, ഡൈവേർജൻസ് ഇറക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ഡൈവേർജിങ് മിറർ. ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഫോക്കസ് ഫ്രം പോൾ ഓഫ് ദി മിറർ. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം ഇതെൻ്റെ മിററാണ്, ഇതിൻ്റെ മിററാണെങ്കിൽ ദിസ് ഇസ് പോൾ, ഇതെൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ദിസ് ഇസ് ഫോക്കസ്. ഓക്കെ, ആൻഡ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പോളും എൻ്റെ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് നോൺ ആസ് ഫോക്കൽ ലെങ്ത്. ആൻഡ് ഒരു റിലേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? ക്യാപിറ്റൽ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു 2 times ഫോക്കൽ ലെങ്ത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ആണെങ്കിൽ ഇവിടെയും എഫ് തന്നെ ആയിരിക്കൂലേ? സോ എഫ് പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? 2f ആണ്. ഇത് മൊത്തം എന്താ? റേഡിയസ് ആണ് അല്ലേ? ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഈ പീസ് എഫ് ആണെങ്കിൽ ഇത് എഫ് ആയിരിക്കുമല്ലോ. സോ എഫ് പ്ലസ് എഫ് എന്ന് പറയുന്നത് എന്താണ്? 2f ആണ്. അങ്ങനെയാണ് ആർ ഇസ് ഈക്വൽ ടു 2f. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 2 times ഫോക്കൽ ലെങ്ത് ആണെന്നുള്ള റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ആൻഡ് വേറെ റിലേഷൻ കൂടി പറയാം. ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2. ഇങ്ങനെയും പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടേംസ് റിലേറ്റഡ് ടു
സ്പെരിക്കൽ മിറേഴ്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ വിൽ ഡു എ ക്വസ്റ്റ്യൻ ആൻഡ് നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ സ്പെരിക്കൽ മിറർ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദീസ് കോൺസെപ്റ്റ്സ്. നിങ്ങളിത് നന്നായിട്ട് ലൈക്ക് വീഡിയോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. ആൻഡ് ഇഫ് യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ പിന്നെ എടുത്ത് കാണുക. And read the textbook thoroughly. I hope you understood. Thank you for watching.